എംപാനൽ ജീവനക്കാരുടെ ജോലി പോയതിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും മലയാളികൾ ഒന്നടങ്കം അവരുടെ നൊമ്പരത്തിൽ പങ്കുചേരുകയാണ്. അർഹതയുണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന നിരവധി പേരാണ് പുറത്തു കാത്തു നിൽക്കുന്നത്. പലരും PSC ലിസ്റ്റിൽ ഉണ്ടെന്നറിഞ്ഞ് വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയും അവസാനം നിത്യവൃത്തിക്കായി ലോട്ടറി വിൽപ്പന നടത്തി വരുന്നവർ പോലുമുണ്ട്. അവരുടെ സങ്കടങ്ങളും ഈ ഘട്ടത്തിൽ കാണണം. നിരവധി പേരാണ് ജോലി എന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്നത്. അതിനിടയിൽ പലരുടെയും ജീവിതം നരകതുല്യമായിരിക്കുകയാണ്. അതിലൊരാളാണ് കൊട്ടാരക്കരക്കാരനായ റാഫി. KSRTC കണ്ടക്ടറായി PSCയുടെ അഡ്വൈസ് മെമ്മോ കിട്ടിയെന്നറിഞ്ഞ് ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചാണ് കൊട്ടാരക്കര കുന്നിക്കോട് റാഫി മൻസിലിൽ റാഫി നാട്ടിലെത്തിയത്. 2010 PSC പരീക്ഷ. 2016 ഡിസംബറിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചു. അതോടെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്നു കരുതി അദ്ദേഹം നാട്ടിലെത്തി. അന്നു മുതൽ നിയമന ഉത്തരവിനായി കാത്തിരുന്നെങ്കിലും കിട്ടിയില്ല. ജീവിക്കാൻ വേറെ മാർഗമില്ല. ഒടുവിൽ ലോട്ടറി കച്ചവടത്തിനിറങ്ങുകയായിരുന്നു. പഴയൊരു മാരുതി കാറിൽ സഞ്ചരിച്ചാണ് കച്ചവടം. എത്ര പേരോട് കൈനീട്ടി യാചിച്ചാലാണ് ഒരു ടിക്കറ്റ് വിറ്റുപോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. 2 മാസം സെക്രട്ടേറിയറ്റ് നടയിൽ താൻ ഉൾപ്പെടെയുള്ളവർ സമരം കിടന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് റാഫി പറയുന്നത്. കോടതിയിൽ പോയാൽ അവിടുന്ന് ശമ്പളം തരുമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞത്. തങ്ങൾ ആർക്കും എതിരല്ല. തങ്ങളെ നിയമിച്ച ശേഷം എംപാനലുകാരെ നിയമിച്ചോട്ടെ, റാഫി പറയുന്നു. റാഫിയെ പോലെ നിയമന ഉത്തരവ് കിട്ടിയ കാസർഗോഡ് സ്വദേശി അരുൺ ഇപ്പോൾ തട്ടുകട നടത്തുകയാണ്. ഗൾഫിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലിയെടുത്തിരുന്ന ഇയാൾ PSCയുടെ നിയമന ഉത്തരവ് കിട്ടിയതോടെ ജോലിയിൽ നിന്നും നിർബന്ധിതമായി ഒഴിവായി നാട്ടിലെത്തിയതാണ്. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല. വിദേശത്തെ സ്വപ്നതുല്യമായ ജോലി ഉപേക്ഷിച്ച വിഷമത്തിലാണ് അരുൺ ഇപ്പോൾ. വീട്ടിലെ അവസ്ഥ ദയനീയമായതോടെ ഉള്ള പണമെല്ലാം നുള്ളിപ്പെറുക്കി ഒരു തട്ടുകട ഇടുകയായിരുന്നു. ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുകയാണ് അരുൺ. അതിനിടയിലാണ് ഉടൻ കണ്ടക്ടർമാരെ നിയമിക്കണമെന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. ഇപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് അരുൺ. 199ാമത്തെ ലിസ്റ്റിലാണ് അരുൺ. അതിനാൽ വേഗം തന്നെ നിയമന ഉത്തരവ് ലഭിക്കും എന്ന് ഉറപ്പ്. അരുണിനെ പോലെയും റാഫിയെ പോലെയും ഇതുപോലെയുള്ള വേദന നിറഞ്ഞ കഥകൾ പറയാൻ PSC ലിസ്റ്റിലുള്ള നിരവധി പേർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അവർക്കൊക്കെ ഏറെ ആശ്വാസം നൽകുന്ന വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനാൽ ഇതുവരെ കണ്ണീരും ദുരിതവുമായി കഴിഞ്ഞ അവർക്കൊക്കെ ഇതൊരു ആശ്വാസം തന്നെയാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ സർക്കാർ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നിരവധി കുടുംബങ്ങളുടെ ജീവിതം ഇങ്ങനെ തകിടം മറിയില്ലായിരുന്നു. ഒരു വശത്ത് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതോടെ ജീവിതം തകിടം മറിഞ്ഞ് നിരാലംബരായവർ, മറുവശത്ത് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടിയതോടെ ഉണ്ടായിരുന്ന ജോലിയും ഉപേക്ഷിച്ച് ഓടിയെത്തി പെരുവഴിയിലായവർ. ഇനിയൊരു തൊഴിലിടം കണ്ടെത്താൻ കഴിയാത്ത വിധം പ്രായം ഇരുകൂട്ടരെയും പിടികൂടിയിരിക്കുന്നു. പുറത്തു പോകേണ്ടി വരുന്ന എംപാനൽ കണ്ടക്ടർമാരുടെ മിക്കവരുടെയും കുടുംബം കഴിഞ്ഞുപോകുന്നത് ഈ ഒറ്റ വരുമാനത്തിലാണ്. മറുവശത്ത് PSC റാങ്ക് ജേതാക്കൾക്ക് അവകാശപ്പെട്ടതാണ് ജോലി. മറുനാടൻ TV, തിരുവനന്തപുരം.